Hi everyone, welcome to Capital Classes. We were discussing chapter number 1 of Managerial Economics as per the Calicut University syllabus for Bcom and BBA students. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് തിയറീസ് ടൂൾസ് ഇൻ മാനേജീരിയൽ ഇക്കണോമിക്സ്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആസ് പെർ അവർ സ്റ്റഡി മെറ്റീരിയൽ ദിസ് ഈസ് ദ ടോപ്പിക് നമ്പർ 6. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്, തിയറീസ് ഓർ ടൂൾസ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. സിംപ്ലി ദീസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ഓക്കെ, സോ 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. വി വിൽ സീ വൺ ബൈ വൺ. Following are the 5 fundamental concepts used in managerial economics which helps management to take correct decisions. So, എന്തിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നത്? These principles enables management to take correct decisions. കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി മാനേജേഴ്സിനെ ഈ പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു. മീൻസ് ബൈ ഫോളോയിങ് ദീസ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സ് ക്യാൻ ടേക്ക് എക്സാക്റ്റ്, കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡിസിഷൻസ്. നോക്കൂ, ദ ഫസ്റ്റ് വൺ ഇസ് principle of opportunity cost. Okay, principle of opportunity cost. Since resources are scarce, we are forced to make a choice. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ലൈക്ക് മണി, ഹ്യൂമൻ ക്യാപിറ്റൽ, അതല്ലെങ്കിൽ അവരുടെ ലേബർ കപ്പാസിറ്റി, അവൈലബിലിറ്റി ഓഫ് ടൈം, സോ വാട്ട് എവർ ഇറ്റ് മേ ബി, റോ മെറ്റീരിയൽ, ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ആണ്. ഓൾ ദീസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ഇൻ നേച്ചർ അല്ലേ. റിസോഴ്സസ് എന്താണ്? നമുക്ക് അബണ്ടൻ്റ്ലി അവൈലബിൾ അല്ല. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് എന്തില്ല? റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഇല്ല. ദേ ആർ ലിമിറ്റഡ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചുകൊണ്ട് നമ്മളുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ്, ഓക്കെ, ഇൻഡിവിജ്വൽ ലെവലിലായാലും ബിസിനസ്സിൻ്റെ ലെവലിലായാലും നീഡ്സ് ഓർ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. നമ്മളിത് ഡീറ്റെയിലി പഠിച്ചതാണ്. സോ അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവർ wants are unlimited but the resources to satisfy these wants are limited. So we have to make a choice. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരഞ്ഞെടുക്കേണ്ടി വരും, ചൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ പ്രിഫറൻസസിനെ നമുക്ക് റാങ്ക് ചെയ്യേണ്ടി വരും. ചോയ്സസ് ഇൻവോൾവ് ഗിവിങ് അപ്പ് വൺ ഓപ്പർച്യൂണിറ്റി ഇൻ ഓർഡർ ടു ഡു ഓർ യൂസ് സംതിങ് എൽസ്. സോ ചോയ്സ് വരുമ്പോൾ എപ്പോഴും എന്താണ്, അവിടെ ഒരു സാക്രിഫൈസ് ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടൈം. ഓക്കെ, വി വിൽ സി ദ എക്സാമ്പിൾ ഓഫ് അവർ ടൈം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? യു ആർ സ്റ്റഡിയിങ് ഓർ യു ആർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, യു ആർ യൂട്ടിലൈസിങ് യുവർ ടൈം. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിസോഴ്സ് അല്ലേ. സോ ടൈം എന്താണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓവർ. പിന്നെ നമുക്കതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പഠിക്കുകയല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും ഈ സമയം വിനിയോഗിക്കാമായിരുന്നു. ലൈക്ക് യു കുഡ് ഹാവ് പ്ലേഡ് ഫുട്ബോൾ, യു കുഡ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, യു കുഡ് ഹാവ് വാച്ച്ഡ് TV, യു കുഡ് ഹാവ് റെഡ് എ ബുക്ക്. ഓക്കെ, നൗ യു ആർ സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, നമ്മളെപ്പോഴും ഒരു ചോയ്സ്, പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ്, ദർ ഈസ് എ സാക്രിഫൈസ്. ഓക്കെ, നോക്കൂ, ചോയ്സസ് ഇൻവോൾവ് ഗിവിങ് അപ്പ് വൺ ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ മറ്റേതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരസ്കരിക്കേണ്ടി വരും, ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഇൻ ഓർഡർ ടു ഡു ഓർ യൂസ് സംതിങ് എൽസ്. എവറി സ്കേഴ്സ് ഗുഡ് ഓർ ആക്ടിവിറ്റീസ് ഹാവിങ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ഗുഡ് സ്കേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ദൗർലഭ്യമുണ്ട്, അത് ലിമിറ്റഡ് ആണ് അതിൻ്റെ അളവെങ്കിൽ എന്താണ്, that definitely will have an opportunity cost. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നോക്കൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനിത്തിങ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വേണ്ട എന്ന് വെക്കുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, ആ ഓപ്പർച്യൂണിറ്റി എന്താണ്? വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സിൻ്റെ കേസിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ സപ്പോസ് ബിസിനസ് ഈസ് ഹാവിങ് 1 crore rupees. 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിക്കൂ ബിസിനസ്സിൽ. ഓക്കെ, വി ഹാവ് എ പ്രോജക്റ്റ് എ ആൻഡ് പ്രോജക്റ്റ് ബി.
സോ ബിസിനസ് 1 crore ഉള്ളൂ ബിസിനസ്സിൻ്റെ കയ്യിലാകെ. സോ ബിസിനസ് ഹാസ് ടു ചൂസ് 1 project among ദിസ്. സോ നമ്മൾ പ്രോജക്റ്റ് എ ചൂസ് ചെയ്യാണ്, 1 crore കംപ്ലീറ്റ്ലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് തീരുമാനിക്കുന്നു എങ്കിൽ ഓക്കെ, പ്രോജക്റ്റ് ബി എന്താണ്? വി ഹാവ് ടു അബാൻഡൻ പ്രോജക്റ്റ് ബി. സോ ആ പ്രോജക്റ്റ് ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. പ്രൊജക്റ്റ് ബിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രൊജക്റ്റ് എ സെലക്ട് ചെയ്തത്. ഓക്കെ, വി ഹാവ് given up that opportunity. In our case it is project B. നോക്കൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനിത്തിങ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ്. ഓക്കെ, ഏത് കാര്യമാണോ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളുടെ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് തിരഞ്ഞെടുക്കുന്നത്, അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ആക്ടിവിറ്റി. വേണ്ട എന്ന് വിചാരിക്കുന്നു ഒരു ആക്ടിവിറ്റി, അതിൻ്റെ കോസ്റ്റ് ഓക്കെ ആണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ലോസ്റ്റ്, ഓക്കെ, വി ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, നമ്മൾ ലൂസ് ചെയ്തു അത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹാവിങ് എ കോസ്റ്റ്. It is the earning that would be realized if the available resources were put to some other use. ഓക്കെ, നമ്മളുടെ എക്സാമ്പിൾ പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി. പ്രൊജക്റ്റ് ബിയിൽ നമ്മളുടെ 1 crore rupees ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നുവെങ്കിൽ ഓക്കെ, അത് ഉണ്ടാക്കുമായിരുന്ന ഏർണിങ്സ് എത്രയാണ്? അതാണ് എന്ത്? ആ ഒരു ഡിസിഷൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോയ ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സിംപ്ലി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ കോസ്റ്റ്. The concept of opportunity cost plays an important role in managerial decisions. It helps in selecting the best possible alternative from among various alternatives available to solve a particular problem. സോ പ്രൊജക്റ്റ് എ ആൻഡ് പ്രൊജക്റ്റ് ബി നമ്മുടെ മുന്നിലുണ്ട്. സോ ഇതിൽ ഏതാണ് ബെസ്റ്റ്? ഓക്കെ, 1 crore rupees നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്? അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. സോ ഈ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ റിസോഴ്സസിനെ ഏറ്റവും ബെസ്റ്റായി we have to allocate. Okay, so this is the first principle of opportunity cost. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? സിംപ്ലി ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി opportunity given up or foregone, or it is the cost of the next best alternative, right? Then second principle നോക്കൂ of managerial economics. Second principle of managerial economics, principle of incrementalism. Incrementalism involves estimating the impact of decision alternatives. ഒന്നിലധികം ഡിസിഷൻസ് നമുക്ക് എടുക്കാം എന്നിരിക്കെ ഓക്കെ, ആ ഓരോ ഡിസിഷൻ്റെയും ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. Under this concept, two important incremental concepts used in managerial economics: incremental cost and incremental revenue. ഓക്കെ, ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ്സ്, രണ്ട് മെയിൻ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ്സ് ആണ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റിൻ്റെയും ഇൻക്രിമെൻ്റൽ റവന്യൂവിൻ്റെയും. എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. സോ ബിസിനസ് ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഫലമായി ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ഒരു ചേഞ്ചാണ് എന്ത്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അല്ലെങ്കിൽ ഒരു ഇൻക്രീസിനെയാണ് എന്ത് പറയുക? ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വിചാരിക്കും സം എക്സ്ട്രാ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ബിസിനസ് തീരുമാനിക്കുന്നു. അപ്പോൾ അതൊരു ഡിസിഷനാണ് അല്ലേ? ഇറ്റ്സ് എ ഡിസിഷൻ ടു പ്രൊഡ്യൂസ് സം എക്സ്ട്രാ യൂണിറ്റ്സ്. സോ അതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ കോസ്റ്റിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നു, ആ ഒരു ഡിസിഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ആ ഒരു ഇൻക്രീസിന് നമ്മൾ എന്ത് പറയുന്നു? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഡിസിഷൻ്റെ ഫലമായിട്ട് കോസ്റ്റിലുണ്ടാവുന്ന ഇൻക്രീസിനെ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. സോ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചൊരു ഡിസിഷനായിരിക്കാം, ഓക്കെ, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചൊരു ഡിസിഷനായിരിക്കാം. ഈ ഡിസിഷൻ്റെയൊക്കെ ഫലമായിട്ട് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചിനാണ് എന്ത് പറയുന്നത്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻക്രിമെൻ്റൽ റവന്യൂ, മീൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. ഇവിടെ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്. ഹിയർ ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. സെയിം കാര്യമാണ്. ഓക്കെ,
It is the change in the total revenue resulting from change in level of output, investment, etc. റൈറ്റ്. സോ ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷൻ്റെ ഫലമായിട്ട് നമ്മുടെ റവന്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഇൻക്രിമെൻ്റൽ സിംപ്ലി മീൻസ് ഇൻക്രീസ്. ഓക്കെ. While taking a decision, managerial economics considers that incremental revenue should exceed the incremental cost. So, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തായിരിക്കണം എപ്പോഴും? റവന്യൂ ഷുഡ് ബി ഹയർ ദാൻ ദി കോസ്റ്റ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് ഫോമുല ആയാലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രിമെൻ്റൽ റവന്യൂ ആണെങ്കിലും എന്ത് വേണം? അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. അതായത് ഒരു ഡിസിഷൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇൻക്രീസ് ഇൻ റവന്യൂ ഓർ ചേഞ്ച് ഇൻ റവന്യൂ എന്തായിരിക്കണം? എപ്പോഴും ഹയർ ആയിരിക്കണം. എന്തിനേക്കാട്ടിലും? ഒരു ഡിസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റിനേക്കാളും. ഓക്കെ. Incremental principles can be used in theories of consumption, production, pricing and distribution. Okay, right? So, ഇത് കൺസംഷൻ്റെ, പ്രൊഡക്ഷൻ്റെ, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയസ് ഫീൽഡ്സിൽ എന്തുണ്ട്? ഈ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റവന്യൂവിൻ്റെ കോൺസെപ്റ്റ്സിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. സോ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒന്നിലധികം ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, ഓക്കെ, വെൻ വി ക്യാൻ മേക്ക് ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യുന്നു. ഓക്കെ, ദർ ആർ ടു മെയിൻ കോൺസെപ്റ്റ്സ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. മൂവിങ് ഓൺ ടു ദ തേർഡ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. എന്താ പറയുക നോക്കൂ? Time plays an important role in economic theory, especially in pricing. ടൈമിന് ഏറ്റവും മേജർ റോൾ ഉള്ളത് എവിടെയാണ്? പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണ്. എ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ഓൺലി ആഫ്റ്റർ സ്റ്റഡിയിങ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇഫക്ട്സ് ഓഫ് ഇറ്റ് ഓൺ കോസ്റ്റ് ആൻഡ് റവന്യൂ. സോ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, ഓക്കെ, ആ ഡിസിഷൻ്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇമ്പാക്ട്സ് ഓൺ കോസ്റ്റ് ആൻഡ് റവന്യൂ. ഓക്കെ, ബിസിനസ്സിൻ്റെ കോസ്റ്റിലും റവന്യൂവിലും എന്താണ് ഡിസിഷൻ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. ഇത് നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർഷൽ ഇൻട്രൊഡ്യൂസ് ദ ഇലമെൻറ്റ് ഓഫ് ടൈം ഇൻ ദ വാല്യൂ തിയറി. ഓക്കെ, മാർഷലാണ് എന്ത് ചെയ്യുന്നത്? ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഹാസ് കൺസീവ്ഡ് 4 മാർക്കറ്റ് ഫോംസ് ബേസ്ഡ് ഓൺ ടൈം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് 4 മാർക്കറ്റ് ഫോംസ് ബേസ്ഡ് ഓൺ ടൈം കൺസീവ് ചെയ്തത്? ഈ ഐഡിയ ആരാണ് കൊണ്ടുവന്നത് വെച്ചാൽ, ഹു ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ അറിയാലോ? ഹി ഹാസ് ഗിവൺ ദി വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. ഓക്കെ, സോ 4 മാർക്കറ്റ് ഫോംസ് ബേസ്ഡ് ഓൺ ടൈം കൊണ്ടുവന്ന ആരാണ്? ആൽഫ്രഡ് മാർഷൽ. സോ അദ്ദേഹത്തിൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഫോംസ് എന്തൊക്കെയാണ്? ഓക്കെ, ദേ ആർ വെരി ഷോർട്ട് പീരീഡ്. ഓക്കെ, വെരി ഷോർട്ട് പീരീഡിലുള്ള മാർക്കറ്റ്, ദെൻ ഷോർട്ട് പീരീഡിലുള്ള മാർക്കറ്റ്, ദെൻ ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. ഓക്കെ, വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. അപ്പോൾ ഈ വെരി ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ വാട്ട് ഹാപ്പൻസ്? സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് സപ്ലൈ സ്റ്റേബിൾ ആകുമ്പോൾ പ്രൈസ് എന്തിന് അനുസരിച്ചിട്ടാണ്? പ്രൈസ് ഈസ് അക്കോർഡിംഗ് ടു ഡിമാൻഡ്. സപ്ലൈ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള വലിയ സ്കോപ്പില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിൽക്ക്, എഗ്ഗ്, ഇതൊക്കെ വളരെ ഷോർട്ട് പീരീഡിൽ അതിൻ്റെ ഡിമാൻഡ് നിലനിൽക്കുന്ന തരത്തിലുള്ള ഗുഡ്സാണ്. അപ്പോൾ അത്തരം ഗുഡ്സിൻ്റെ മാർക്കറ്റാണ് എന്ത്? വെരി ഷോർട്ട് പീരീഡിലുള്ള മാർക്കറ്റ്. സപ്ലൈ ഏതാണ്ട് ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളുടെ പ്രൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഷോർട്ട് പീരീഡിലുള്ള മാർക്കറ്റ്. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് ലൈക്ക് വെരി ഷോർട്ട് പീരീഡ് അല്ല, പക്ഷെ ലോങ്ങും അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിമാൻഡിൽ സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വി ക്യാൻ മേക്ക് സ്ലൈറ്റ് വേരിയേഷൻസ് ഇൻ ദി ഡിമാൻഡ് ഇൻ എ ഷോർട്ട് പീരീഡ് മാർക്കറ്റ്. ഫിഷൊക്കെ എക്സാമ്പിൾ. ഓക്കെ, ഫിഷിൻ്റെ ഒക്കെ മാർക്കറ്റ്. ദെൻ ലോങ് പീരീഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ സപ്പോസ് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദിസ് ഈസ് ഫോർ എ ലോങ് പീരീഡ്. സോ നമുക്കതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ സപ്ലൈ കൂടി ഇൻക്രീസ് ചെയ്യാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മീൻസ് ഇഫ് ദ ഡിമാൻഡ് ഓഫ് ദ ഗുഡ് ഇൻക്രീസസ്, what is happening? The supplier is getting time to increase the supply, or the market is having the time to increase the supply.
പ്രൈസിന് എന്തില്ല, അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇല്ല. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസും കൂടും. പക്ഷേ ഇവിടെ ഡിമാൻഡ് കൂടുമ്പോൾ തന്നെ അതിന് കറസ്പോണ്ടിങ്ലി എന്ത് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, ഇവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. നമ്മൾ ഈ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിൽ എന്താ പറഞ്ഞത്, സപ്ലൈ സ്റ്റേബിൾ ആണ് അല്ലേ. പക്ഷെ ലോങ് പീരീഡ് മാർക്കറ്റിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് സപ്ലൈ കൂടി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എവിടെ ഉണ്ട്, ലോങ് പീരീഡ് മാർക്കറ്റിലുണ്ട്. ദെൻ സെക്യുലർ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ്, മീൻസ് ലൈക്ക് മോർ ദാൻ 10 year, മോർ ദാൻ 15 year, അങ്ങനെ വെരി ലോങ് പീരീഡുള്ള മാർക്കറ്റിനെ ആണ് എന്ത് പറയുന്നത്, നമ്മൾ സെക്യുലർ പീരീഡ്. ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് കംപ്ലീറ്റ്ലി അതിന് നമുക്ക് സപ്ലൈയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സപ്ലൈക്കാണ് എന്ത് ഉണ്ടാവുന്നത്, സപ്ലൈ ഫാക്ടറിനാണ് ഈ ഒരു ടൈം പീരീഡിൽ അപ്പർ ഹാൻഡ് കിട്ടുന്നത് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. ഡിമാൻഡിനല്ല, ഡിമാൻഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു സപ്ലൈ. കാരണം ഇറ്റ് ഈസ് ഫോർ എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. നമുക്ക് സപ്ലൈയിൽ എന്ത് ചേഞ്ചസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനുള്ള ഒരു ടൈം ഇവിടെ ഉണ്ട്. സോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നേ ഉള്ളൂ. ഓൺ ദ ബേസിസ് ഓഫ് ടൈം ദർ ആർ 4 forms ഓഫ് മാർക്കറ്റ്. ആരാണ് ക്ലാസിഫൈ ചെയ്തത്, മാർഷൽ. ഏതൊക്കെയാണ്, വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് സെക്യുലർ പീരീഡ്. റൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫോർത്ത് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. നോക്കൂ, എ റുപ്പി ഇൻ ഹാൻഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. സപ്പോസ് നമുക്കൊരു എമൗണ്ട് ഓഫ് മണി ലഭിക്കുന്നു എന്ന് വിചാരിക്കും, ലൈക്ക് 1 crore rupees. സോ അത് ഇപ്പോൾ തരാമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നു. നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? വി വിൽ ചൂസ് ദാറ്റ് വി ഷുഡ് ഗെറ്റ് ദ മണി നൗ. ഇപ്പോൾ വേണമെന്നാണ് നമ്മൾ പറയുക അല്ലേ. കാരണം എന്താണ്, സപ്പോസ് ഈ 1 crore rupees നമ്മൾ ഒരു മാസത്തേക്ക് ബാങ്കിലിട്ടാലും എന്താണ്, ഇറ്റ് വിൽ അട്രാക്റ്റ് സം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കതിന് പലിശ ലഭിക്കും അല്ലേ. സോ ഇന്ന് ലഭിക്കുന്ന ഒരു മണി അല്ലെങ്കിൽ ഒരു റുപ്പിക്ക് കൂടുതൽ വാല്യൂ ഉണ്ട് എന്തിനേക്കാളും, നാളെ ലഭിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് മണിയേക്കാളും. ദാറ്റ് ഈസ് ടൈം വാല്യൂ ഓഫ് മണി. മണിക്ക് എന്തുണ്ട്, ഒരു ടൈം വാല്യൂ ഉണ്ട്. മണി ആസ് എ ടൈം വാല്യൂ. ദ വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ്സ് വിത്ത് ടൈം. 1 crore ഇന്ന് എന്തുണ്ട്, ഇന്ന് ലഭിക്കുന്ന 1 crore rupeesന് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന 1 crore rupeesനെക്കാട്ടിലും വർത്ത് ഉണ്ട്. ദസ് the future money should be discounted to make it equivalent to present money. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോസ് ഒരു മാസം കഴിഞ്ഞ് ലഭിക്കുന്ന 1 കോടി രൂപയുടെ ഇന്നത്തെ വില എന്താണ് എന്ന് കണക്കാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കതിനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു അപ്ലൈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. സോ വെൻ എ ഫേം മേക്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, it spends money now and earns profits in the future. To decide whether the investment is profitable, the firm calculates present value of future returns by discounting them. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ വിചാരിക്കും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് എന്താണ്, ലോങ് ടേം ഇമ്പാക്റ്റിലുള്ള ഒരു ഡിസിഷൻ. വെൻ ബിസിനസ് ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, ഇറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹ്യൂജ് ആയിട്ട് സ്പെൻഡ് ചെയ്യും അല്ലേ. പക്ഷേ ഇതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ലൈക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഫ്യൂച്ചറിലാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് ബിൽഡിങ്ങിലൊക്കെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രസൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏർണിങ്സ് അല്ലെങ്കിൽ റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് എന്താണ്, ഇത് ഇപ്പം തന്നെ ലഭിക്കില്ല അല്ലേ. ഇറ്റ് വിൽ ഗെറ്റ് ഓർ ഇറ്റ് ഈസ് സ്പ്രെഡഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നെങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുക? കാരണം എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, ഇപ്പോഴാണ്. പക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏർണിങ്സ് എങ്ങനെയാണ്, ഫ്യൂച്ചറിലാണ്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്, ഭാവിയിൽ നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. റൈറ്റ്. സോ അത് പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്, ബൈ അപ്ലൈയിങ് ഓർ ബൈ ഡിസ്കൗണ്ടിങ് ദം. സോ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദി ലേറ്റർ ക്ലാസ്സസ്. പക്ഷേ ഒരു ഫ്യൂച്ചർ റിട്ടേൺസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്താണ്
എന്ന് നമുക്ക് എന്തിൽ കണക്കാക്കേണ്ടി വരും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ കണക്കാക്കേണ്ടി വരും. അങ്ങനെ കണക്കാക്കണമെങ്കിൽ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പൽ ഹെൽപ്സ് അസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി പ്രസൻറ്റ് വാല്യൂ ഇന്നത്തെ വാല്യൂ ഓഫ് വാട്ട്? ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്. ഭാവിയിൽ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺസിൻ്റെ കറൻറ്റ് വാല്യൂ അസസ് ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. റൈറ്റ്? Discounting principles helps to determine whether the investment proposal is profitable or not. It is very useful in capital budgeting decisions. Then, equi-marginal principles, also known as principle of maximum satisfaction. എന്താ ഈ പ്രിൻസിപ്പൽ പറയുന്നത് നോക്കൂ. ആസ് പെർ ദിസ് പ്രിൻസിപ്പൽ an input should be allocated in such a manner that the value added by the last unit of input is same in all uses. So നമ്മൾ ബിസിനസ്സിൽ ഒരു ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ബിസിനസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുമ്പോൾ, ബിസിനസ്സിൽ മാത്രമല്ല ഏത് കാര്യത്തിലും, ഓക്കെ, വാട്ട് ഈസ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ വെനെവർ വി ആർ അലോക്കേറ്റിംഗ് ആൻ ഇൻപുട്ട്, നമ്മളത് ഏത് തരത്തിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? ആ ഇൻപുട്ടിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് ആഡ് ചെയ്യുന്ന വാല്യൂ, ഓക്കെ, എല്ലാ കേസസിലും അല്ലെങ്കിൽ ഇൻ ഓൾ ദ യൂസസ് ഇറ്റ് ഷുഡ് ബി സെയിം. In this way, the principle provides for maximum exploitation of all inputs of the firm so as to maximize profitability. So, നമ്മളൊരു ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? The value added by the last unit of that input should be same in all cases. ഇപ്പോൾ നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് 3 സബ്ജക്റ്റ് പഠിക്കാണ്ട് നമ്മളുടെ കയ്യിൽ 9 മണിക്കൂറുണ്ട്. സപ്പോസ് നാളെ നമുക്ക് 3 സബ്ജക്റ്റിന് എക്സാം ഉണ്ട് ആൻഡ് വി ഹാവ് 9 hours ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ സപ്പോസ് വിചാരിക്കും നമ്മൾ 6 മണിക്കൂർ നമ്മൾ പഠിച്ചു ഓൾറെഡി, വി ഹാവ് ഫിനിഷ് ദാറ്റ്. ദെൻ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ളത് 3 മണിക്കൂറാണ്, വീണ്ടും 3 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ഈ 3 മണിക്കൂറിനെ ഓക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? 3 സബ്ജക്ട്സിനും ഈക്വലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ പറയും. പക്ഷേ എല്ലാ സബ്ജക്ട്സും ഒരേപോലെയാണോ? അല്ല. സം ആർ മോർ ഡിഫിക്കൾട്ട്, സം ആർ മോർ ഈസി. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിനും കൊടുക്കുന്ന അഡീഷണൽ ടൈം നമ്മൾക്ക് എത്രത്തോളം അഡീഷണൽ ഗ്രേഡ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഗ്രേഡ് അല്ലെങ്കിൽ നമ്മുടെ മാർജിനൽ ഗ്രേഡിനെ അത് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഇൻക്രീസ് ഇൻ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രേഡ് ദാറ്റ് യു ഗെറ്റ് ഇൻ ഈച്ച് സബ്ജക്റ്റ് ഫ്രം ഈച്ച് അഡീഷണൽ ടൈം ദാറ്റ് യു സ്പെൻഡ് ഫോർ സ്റ്റഡിയിങ് ഈച്ച് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടി നമ്മൾ ആ ലാസ്റ്റ് 3 hours എത്ര അഡീഷണൽ ടൈം കൊടുത്തു? ഓക്കെ, ആ കൊടുത്തത് പ്രകാരം നമുക്ക് കിട്ടിയ അഡീഷണൽ ഗ്രേഡ് എന്താണ്? ഹൗ വി ഹാവ് യൂട്ടിലൈസ്ഡ് ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ഇൻപുട്ട് so that the value added in each case is the same. Okay, so the principle provides for maximum exploitation of the inputs so as to maximize the profitability. So ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ബഡ്ജറ്റിംഗ്, അലോക്കേറ്റിംഗ് റിസർച്ച് എക്സ്പെൻഡിച്ചർ, എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ഇൻ ദ ബിസിനസ്. കാരണം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇക്വി മാർജിനൽ പ്രിൻസിപ്പൽ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ദിസ് വി ഹാവ് ഫിനിഷ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എന്ന് പറയാം, തിയറീസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, അതല്ലെങ്കിൽ ടൂൾസ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. എങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദ്യം ചോദിക്കാം. ഓക്കെ, then moving on to next topic, role and functions of a managerial economist. ഓക്കെ, ഒരു മാനേജീരിയൽ ഇക്കണോമിസ്റ്റിൻ്റെ റോൾസ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. ഹി സ്റ്റഡീസ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് പഠിക്കുന്നത്? ഹി ഷുഡ് നോ, അല്ലേ,
the national income, level of competition, price trends, phases of business cycle and economy. So ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? He has to advise the management regarding the external factors. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി ബിസിനസ് അല്ലെ. ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, പ്രൈസ് ട്രെൻഡ്സ്, ഓക്കെ, ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കണം ആര്? മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്. ആൻഡ് ഹി അപ്ഡേറ്റ്സ് ദ മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് the external environment. Okay. Second point, analyzes internal factors. External factors മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. He should analyze internal factors also. Analyzes internal operation or internal workings in order to help the management for making better decisions. എന്തിനു വേണ്ടിയിട്ടാണ് internal factors അനലൈസ് ചെയ്യുന്നത്? മാനേജേഴ്സിന് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആര്? Managerial economist. So for enabling that, managerial economists analyze internal factors also, and they advise management for policy formulation regarding internal business operations. So managers in the policy formulation, decision making ഒക്കെ help ചെയ്യാൻ വേണ്ടി they analyze the internal factors. Then demand forecasting and estimation. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു സമ്മറി ആണ് എന്ത് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേഷൻ. പ്രോപ്പർ എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഹെൽപ്സ് ബിസിനസ് ഇൻ അച്ചീവിങ് ഡിസൈഡ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത്. നമ്മളുടെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്തായിരിക്കും? ഓക്കെ, ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു, അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു. അതുവഴി നമുക്ക് ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നു, കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ദെൻ ഇക്കണോമിക് ഇൻ്റലിജൻസ്. ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ഓൾ ദ ഇക്കണോമിക് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ്, they keeps the management updated regarding prevailing economic trends. So managers എന്ത് ചെയ്യുന്നു? They managerial economists keep the managers intelligent by updating them all the relevant information. ഓക്കെ, മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ എക്കണോമിക് ഇൻഫർമേഷനും കൊടുത്തുകൊണ്ട് മാനേജേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നു ആര്? മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്. ദെൻ പെർഫോമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് മീൻസ് വാട്ട്? നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് അനലൈസ് ചെയ്യുന്നു. അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് സ്റ്റഡീസ് ആൻഡ് എക്സ്പ്ലോർസ് ന്യൂ ഫീൽഡ്സ് ഓഫ് ഏർണിംഗ് ബെറ്റർ റിട്ടേൺസ്. നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഫീൽഡ്സിലേക്ക് കൂടി എന്ത് ചെയ്യുന്നു? കടന്നു ചെല്ലാൻ ഈ ഒരു അനാലിസിസ് നമ്മുടെ ബിസിനസ്സിനെ പ്രാപ്തമാക്കുന്നു. Then risk analysis obviously warns the firm regarding various risks. Very important. റിസ്കിനെ കുറിച്ച് എന്തായിരിക്കണം? ബിസിനസ് എപ്പോഴും അവെയർ ആയിരിക്കണം. പ്രൈസിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ദ റൈറ്റ് പ്രൈസ് ടു ബീറ്റ് ദി കോമ്പറ്റീഷൻ. എക്സാക്ട് പ്രൈസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് വിൽ ഡെഫിനറ്റ്ലി ഫെയിൽ ഇൻ ദ മാർക്കറ്റ്. സോ പ്രൈസിങ് എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് വൺ among the roles of managerial economist. Product planning. Studies consumers' income, tastes and preferences, helps in product designing, product development and product planning. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഇൻകം ഒക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഓക്കെ, പ്രൊഡക്ട്സിനെ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ആര് സഹായിക്കുന്നു? മാനേജീരിയൽ ഇക്കണോമിസ്റ്റ് സഹായിക്കുന്നു. പ്രൊഡക്ഷന് മാത്രമല്ല, പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്തു, ഈ പ്രോഫിറ്റിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, ഈ പ്രോഫിറ്റിനെ സപ്പോസ് ഡിവിഡൻഡ് കൊടുക്കണോ, അതല്ലെങ്കിൽ വീണ്ടും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഓക്കെ, സോ പല കാര്യങ്ങളും എന്ത് ചെയ്യാം? ഈ പ്രോഫിറ്റ് ഉപയോഗിച്ച് ചെയ്യാം. സോ മോസ്റ്റ് പ്രോഫിറ്റബിളി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഓക്കെ, യൂട്ടിലൈസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് പ്ലാനിങ്. ദെൻ strategic planning helps organization to plan good strategies. So ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ്, ലോങ് ടേം ആസ് വെൽ as ഷോർട്ട് ടേം സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ കളക്ഷൻ ഓഫ് ഡേറ്റ. കളക്ട്സ് ഡേറ്റ റിഗാർഡിംഗ് റൈവൽ പ്രോഡക്ട്സ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സിനെ സംബന്ധിക്കുന്ന ഡാറ്റ ശേഖരിക്കുന്നു. മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ഡിമാൻഡ് ചേഞ്ച്, സെയിൽസ് ട്രെൻഡ്സ് എക്സെട്ര. സപ്ലൈസ് ദ ഡാറ്റ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്സ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള
ഡാറ്റ റിഗാർഡിങ് അവർ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളുടെ മാർക്കറ്റ്, ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ചെയ്യാം മാർക്കറ്റിലെ, വാട്ട് ആർ ദ സെയിൽസ് ട്രെൻഡ്സ്. സോ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് മാനേജ്മെൻറ്റിന് സപ്ലൈ ചെയ്യുന്നു ഫോർ ദ പേർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ദെൻ മാർക്കറ്റ് റിസർച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ബെറ്റർ. സോ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ എന്താണ്, വി വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ, ഓക്കെ, റിഗാർഡിംഗ് ദി മാർക്കറ്റ് വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ബെറ്റർ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനും കഴിയുന്നു. ദെൻ അഡ്വൈസ് ഇസ് ദ മാനേജ്മെൻറ്റ് ഓൺ മാറ്റേഴ്സ് ഓഫ് പർച്ചേസ്, ഫിനാൻസ്, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, ടെക്നോളജി, സെയിൽസ്, പ്രൊമോഷൻ. ഓക്കെ, സോ വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നു എന്ത്, ഒരു മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്. സോ ദീസ് ആർ ദ വേരിയസ് roles or functions of a managerial economist. Okay, next we are covering responsibility of a managerial economist. More or less ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ജസ്റ്റ് വി വിൽ ഗോ ത്രൂ ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനേഷൻ. നോക്കൂ, ടു അണ്ടർസ്റ്റാൻഡ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, ഒബ്വിയസ്ലി ബിസിനസ്സിനെ കുറിച്ച് അറിയണം, എന്നാലല്ലേ അതിൻ്റെ മാനേജേഴ്സിന് വേരിയസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹി ഷുഡ് നോ അബൌട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ്. ടു ബ്രിങ് റീസണബിൾ പ്രോഫിറ്റ് ടു ദ കമ്പനി, നമ്മൾ പറഞ്ഞു. ടു മേക്ക് അക്യുറേറ്റ് ഫോർകാസ്റ്റ് ആൻഡ് അലേർട്ട് ദ മാനേജ്മെൻറ്റ് ഇൻ കേസ് ഓഫ് എനി എറർ ഇൻ ഫോർകാസ്റ്റ്. കൃത്യമായി കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുക. അതിലെന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ആ ഫോർകാസ്റ്റിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യുക. ടു അനലൈസ് വേരിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദറ്റ് ഇൻഫ്ലുവൻസ് ദ ബിസിനസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ കോൺടാക്ട്സ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡാറ്റ സോഴ്സസ്, അല്ലേ, നമ്മളുടെ ബിസിനസ്സിൻ്റെ റിലേഷൻസ് വിത്ത് ദ പീപ്പിൾ, എക്സ്റ്റേണൽ പാർട്ടീസ്. സോ ആ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജറിയൽ എക്കണോമിസ്റ്റ്. ടു പ്രൊവൈഡ് ഇക്കണോമിക് ഇൻ്റലിജൻസ് സർവീസസ്, okay, by communicating all economic information. This we have already discussed. Then to prepare speeches for business executives, okay, business executives അവരുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻസ്, അതുപോലെ സെമിനാർസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അതിനൊക്കെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നമുക്ക് ആലോചിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ ടു ഏൺ ഫുൾ സ്റ്റേറ്റസ് ഇൻ ദ ബിസിനസ് ടീം, ഓക്കെ, ഹി ഷുഡ് ബി അറ്റ് എ വെരി ഗുഡ് പൊസിഷൻ ഇൻ ദ ബിസിനസ് ടീം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജീരിയൽ ഇക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൾട്ട്, ഓക്കെ. സോ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, ഒരുപാട് എംഫസിസ് കൊടുക്കുന്നില്ല. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് ടോപ്പിക്, decision making and forward planning. Okay, decision making and forward planning. So first sub topic എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ്? സോ ഡിസിഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിൻ വേർഡായ ഡെസിഡോ എന്നുള്ള വേർഡിൽ നിന്നാണ്. ഇറ്റ് മീൻസ് ടു കട്ട് ഓഫ്, ഒഴിവാക്കുക, ഓക്കെ, കട്ടിങ് ഓഫ്. അപ്പോൾ ഡിസൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസിഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസൈഡിങ് എന്ന് പറയുക. ഓക്കെ, ടു കട്ട് ഓഫ് ഓർ ടു ഡിസൈഡ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. നോക്കൂ, JW ഡങ്കൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ഡെഫിനിഷനാണ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം 2 or more ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, നമ്മളുടെ മുന്നിൽ 2 or 3 ചോയ്സസ് ഉണ്ട്. ഓക്കെ, 2 or 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമ്മളുടെ എക്സാമ്പിളിലേക്ക് മടങ്ങി വന്നാൽ, ഓക്കെ, നമ്മുടെ മുന്നിലിപ്പോൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വിനിയോഗിക്കാം. വി ഹാവ് മെനി ഓൾട്ടർനേറ്റീവ്സ്. സോ ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചൂസ് ചെയ്തു എന്ത്? വി വിൽ സ്റ്റഡി ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് നമ്മളുടെ ഈ സമയം വിനിയോഗിക്കാൻ വേണ്ടി. ഓക്കെ, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യണം എന്ത്? നമ്മളിപ്പോൾ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. സോ ദാറ്റ് ഈസ് എ ഡിസിഷൻ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ from 2 or more alternatives. Okay, then it is the process of selecting one alternative from 2 or more alternatives to achieve a specific objectives or solution to a problem. Noku, it is a process of selecting
വൺ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മളുടെ കേസിൽ എന്താണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ സമയം. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം. വി ഹാവ് ഡിസൈഡഡ് ടു സ്റ്റഡി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം 2 or more ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്യാതെ എന്ത് ചെയ്തു, നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ എക്സാമിനേഷൻ നമ്മുടെ മുന്നിലുണ്ട്. വി ഹാവ് ടു പാസ് ദ എക്സാം, വി ഹാവ് ടു സ്കോർ വെരി ഗുഡ് മാർക്സ്. സോ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം അല്ല, നമ്മുടെ മുന്നിലുള്ള ടാസ്ക്കാണ് എന്ത്? ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ എക്സാം. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിനുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം 2 or more alternatives to achieve a specific objective or solution to a problem. It is the selection of the best course of action. ഓക്കെ, സോ 1 or 2 ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്താണ്? നോക്കൂ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പ്രോസസ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഏത് പ്രോസസ്സ് എടുത്താലും അതിലെന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഓക്കെ, ഒന്നിലധികം സ്റ്റെപ്സ് ഉണ്ടായിരിക്കും ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റെപ്സ് ഉള്ള, ഓക്കെ, നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സംഗതിയാണ് നമ്മൾ എന്ത് പറയുക? പ്രോസസ്സ് എന്ന് പറയുക. ഓക്കെ, സോ പ്രോസസ്സ് ഇൻവോൾവ്സ് a number of steps to be taken one after another to arrive at a decision. So നമ്മളുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? We have to follow these processes. Various steps of decision making are as follows. So ഒരുപാട് സ്റ്റെപ്സ് വൺ ആഫ്റ്റർ അനദർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ സ്റ്റെപ്സ് എന്ന് നോക്കാം. കോമൺ സ്റ്റെപ്സ്. ഓക്കെ, അനലൈസ് or define the problem or opportunity. The problem must be analyzed correctly. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാനൊരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ. സോ വാട്ട് ഈസ് ദറ്റ് പ്രോബ്ലം? ആക്ച്വലി നമ്മൾ ആ പ്രോബ്ലത്തിനെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം. പ്രോബ്ലം ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന അവസ്ഥ, ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അത് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് മീൻസ് വി ഹാവ് ടു സ്റ്റഡി ഫോർ പാസിംഗ് ദ എക്സാം. ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്താ? വാട്ട് ഈസ് ദാറ്റ്? വി ഹാവ് ടു പാസ് ദ എക്സാം. നമ്മൾ എക്സാം പാസ്സായിട്ടുള്ള ഒരു ഡ്രീം നമ്മൾ വിചാരിക്കും. ദാറ്റ് ഈസ് അവർ ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. സോ നമ്മുടെ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്താ? നമ്മളിപ്പോൾ പഠിച്ചേ മതിയാവൂ. വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം. ഞാൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൻ്റെ സെൻസിലല്ല, ഇൻ ഓർഡർ ടു മേക്ക് എ എക്സാമ്പിൾ വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ. ഓക്കെ, സോ നമ്മളുടെ എക്സാമിന് പാസ്സാവണം, നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ള ആ ഒരു ഡിസൈർഡ് സ്റ്റേറ്റിലെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റഡി. സോ ഇവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. സോ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബ്ലം എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വൺ ഇസ് ആൻഡ് വേർ വൺ വാണ്ട്സ് ടു ബി. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ എന്തായി മാറാൻ ആഗ്രഹിക്കുന്നു. ആ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്? പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറഞ്ഞു, ഇത് ബിസിനസ്സിൻ്റെ കേസിലാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റർമിൻ ദി ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമിനിങ് ദ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത് എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കി, ബിസിനസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത് ആ ബിസിനസ്സിൻ്റെ ആക്ച്വൽ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തൊക്കെയാകാം ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ എന്താകാം? ഒരു ബിസിനസ്സിൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആവാം. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക?
ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. രണ്ടാമത് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ ബിസിനസ്. സോ ഈ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാം? ഇറ്റ് വേരീസ് ഫ്രം ബിസിനസ് ടു ബിസിനസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് ഇസ് വി ഹാവ് ടു ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്. Develop alternative courses of action or solutions to a problem. The decision maker should explore all possible alternatives and choose the best one. Okay, so നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തെല്ലാമാണ് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ? ഓക്കെ, എത്ര പോസിബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് എന്ത് ചെയ്യാം? നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എക്സാമിന് പാസ്സാവണം എന്നുള്ള ഒരു കേസ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. സോ നമുക്ക് പഠിക്കാൻ നമുക്ക് എന്താണ്? നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈതർ വി ക്യാൻ റീഡ് ഓഫ് അവർ ഓൺ, നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. അതല്ല നിങ്ങൾക്ക് എഴുതി പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിക്കാം. അതല്ല യു ഹാവ് ടു വാച്ച് എ ക്ലാസ് ലൈക്ക് ആസ് ഇഫ് യു ആർ വാച്ചിങ് എ യൂട്യൂബ് വീഡിയോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ മുന്നിൽ എന്താണ്? ദർ ആർ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഓക്കെ ഫോർ ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. സോ എന്തൊക്കെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, വി ഹാവ് ടു ഡെവലപ്പ് ദി ഓൾട്ടർനേറ്റീവ്സ്. എല്ലാ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോർ ചെയ്യണം. തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ്, ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഈ ഓൾട്ടർനേറ്റീവ്സ് ഇത്ര കാര്യങ്ങളുണ്ട്. 3-4-5 രീതികൾ നമ്മൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന 3-4-5 രീതികൾ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ രീതിയുടെയും ബെനഫിറ്റ്സ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, പ്രോസ് എന്താണ്, കോൺസ് എന്താണ്, ഓക്കെ, ഓഫ് ദീസ് ഓൾട്ടർനേറ്റീവ്സ്. ദെൻ നെസസറി ഇൻഫർമേഷൻ ഷുഡ് ബി ഗ്യാതേർഡ് ഫോർ ദ സെയിം. സോ ഇതിൻ്റെ ബെനഫിറ്റ്സും ലിമിറ്റേഷൻസും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് ഇനഫ് ഇൻഫർമേഷൻ. സോ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ഇവാലുവേറ്റ് ദി ഓൾട്ടർനേറ്റീവ്സ്. സോ ആഫ്റ്റർ ഇവാലുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു make the decision. That means we have to choose the best alternative. Suppose നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പോൾ വളരെ ലിമിറ്റഡ് ടൈമാണുള്ളത്, സോ ഐ വിൽ വാച്ച് എ വീഡിയോ. എവിടെ നിന്ന് വാച്ച് ചെയ്യും? ഐ വിൽ വാച്ച് എ വീഡിയോ ഇൻ യൂട്യൂബ് ആൻഡ് ഐ വിൽ സ്റ്റഡി ലൈക്ക് ദാറ്റ്. നമ്മളോടൊരു ഡിസിഷൻ എടുത്തു അല്ലേ? വി ഹാവ് ചോസൺ ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു അസ്. നമ്മളുടെ ബെസ്റ്റ് ആയിരിക്കില്ല വേറൊരാളുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. സോ നമുക്ക് എന്താണോ ബെസ്റ്റായി തോന്നുന്നത് ആ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്തു. മീൻസ് വി ഹാവ് മെയ്ഡ് എ ഡിസിഷൻ. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്, സെലക്ട് ദ ബെസ്റ്റ് വൺ. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഈസ് ദ വൺ വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ക്രൈറ്റീരിയ. സോ നമ്മളുടെ എല്ലാ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം അല്ലെങ്കിൽ ആണ് ബെസ്റ്റ്, നമ്മുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. മോസ്റ്റ് ഒപ്റ്റിമൽ ഓൾട്ടർനേറ്റീവ് ഇസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമുക്ക് ബെസ്റ്റായി തോന്നുന്ന ഓൾട്ടർനേറ്റീവാണ് നമ്മുടെ ഒപ്റ്റിമൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതും എന്താണ്? ദിസ് വിൽ ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ ഫ്രം ബിസിനസ് ടു ബിസിനസ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഡിഫർ. ഒപ്റ്റിമൽ ഓൾട്ടർനേറ്റീവ്, കാരണം ഒരു ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ് ആയിരിക്കില്ല വേറൊരു ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ വി ഹാവ് മെയ്ഡ് ദ ഡിസിഷൻ. ഇനി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു? ഇംപ്ലിമെൻറ്റ് ദ decision. Implement the chosen alternative. The chosen alternative is to be implemented by the managers. So ബിസിനസ്സിൻ്റെ കേസിൽ എന്താണ്? ഇത് ഡിസിഷനൊക്കെ എടുത്തു, അതിനത് നടപ്പിൽ വരുത്തണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. The alternative selected is applied to a specific problem area. This requires organizational support and cooperation. സോ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു, അത് എപ്പോഴും നടപ്പിൽ വരുത്തുമ്പോഴാണ് എന്തുണ്ടാവുക? ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരിക. സോ ബിസിനസ്സിൻ്റെ കേസിൽ മാനേജേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ചോസൺ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ സപ്പോർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓൾ സ്റ്റാഫിൻ്റെ സപ്പോർട്ടും കോപ്പറേഷൻ കോർഡിനേഷൻ ഈസ് എക്സ്ട്രീംലി നെസസറി. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ്, ഇവാലുവേറ്റ് ദ റിസൾട്ട്, ഫോളോ അപ്പ് ആൻഡ് ഫീഡ്ബാക്ക്. സോ ഡിസിഷൻ എടുത്ത് നടപ്പിൽ വരുത്തിയാൽ മാത്രം മതിയോ? പോരാ. വി ഹാവ് ടു ഫോളോ അപ്പ് ആൻഡ് ടേക്ക് ഫീഡ്ബാക്ക്. ഈ ഡിസിഷൻ നടപ്പിൽ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്സ് എന്താണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. മാനേജേഴ്സ് റെഗുലർലി മോണിറ്റർ, വാച്ച് ദ റിസൾട്ട്സ് ഓഫ് ദ ഡിസിഷൻസ് ടു സീ വെദർ ദ ചോസൺ ഓൾട്ടർനേറ്റീവ് വർക്ക്സ്. ഓക്കെ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്
എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. വെദർ എനി ന്യൂ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി അറൈസസ് ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ. സോ ഈ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഫർദർ പ്രോബ്ലം ഉണ്ടായോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂ ഓപ്പർച്യൂണിറ്റി ഉണ്ടായോ, മീൻസ് ഇറ്റ് ഈസ് സോ ഗുഡ്, ദ ഡിസിഷൻ ഈസ് സോ ഗുഡ്, ഇറ്റ് ഹാസ് ഗിവൺ റൈസ് ടു സം അതർ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ. ഓർ വെദർ എ ന്യൂ ഡിസിഷൻ, ഈ ഡിസിഷൻ തെറ്റാണോ, ഇത് കറക്റ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോളോ അപ്പ് ആൻഡ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, വി ആർ ജസ്റ്റ് ഫോളോയിങ് അപ്പ്. ഇതിൻ്റെ ഇമ്പാക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു ഈ ഡിസിഷൻസിൻ്റെ. വെദർ ഡിസിഷൻ കറക്റ്റായോ അതല്ലെങ്കിൽ ഡിസിഷൻ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പുതിയ ഡിസിഷൻസ് എടുക്കണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സ്റ്റേജിൽ we are evaluating. Okay, this is very important from examination point of view. Steps of decision making, അതല്ലെങ്കിൽ process, decision making process. എന്തൊക്കെ നോക്കൂ, analyze or define the problem or opportunity. Okay, then next one is determine the objectives. Third one, develop alternatives. Okay, fourth one, evaluate the alternatives. Fifth one, making the decision. And sixth one, implementing the decision. And the seventh one, follow up and feedback. Okay. Then forward planning. നമ്മൾ decision making and forward planning എന്നാണ് പറഞ്ഞിരുന്നത്. Okay, so what is the meaning of forward planning? Once a decision is made to achieve a particular goal, plans for the future regarding production, pricing, capital, raw material and labor are to be prepared. So decision ഒക്കെ എടുത്തു അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, we have to make plans for the future. Forward planning goes hand in hand with decision making. So decision making കഴിഞ്ഞ് തൊട്ട് വരുന്നതാണ് എന്ത്, തൊട്ട് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോർവേഡ് പ്ലാനിങ്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഫോർമുലേഷൻ ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്. നമ്മൾ നല്ലൊരു ഡിസിഷൻ എടുത്തു, ഓക്കെ, നടപ്പിൽ വരുത്തി, ഇനി എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ബിസിനസ് മൂവ് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദിസ് ഡിസിഷൻ ടേക്കൺ. ഓക്കെ, സോ വി ഹാവ് ടു ഫോർമുലേറ്റ് ദ ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ്. ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലി എന്ന് പറയുന്നത് ഫോർവേഡ്. ഫോർവേഡ് മീൻസ് ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചർ പ്ലാനിങ്, ഇറ്റ് മീൻസ് പ്ലാനിങ് ഫോർ ദി ഫ്യൂച്ചർ. ഓക്കെ, ഇതൊന്നും അത്ര ഡിഫിക്കൾട്ടല്ല, അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് ഫാസ്റ്റ്ലി കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഇമ്പോർട്ടൻസ് ഓഫ് ഫോർവേഡ് പ്ലാനിങ്. സിൻസ് ഫ്യൂച്ചർ ഇസ് അൺസർട്ടൈൻ, ഫോർവേഡ് പ്ലാനിങ് ബിക്കംസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പ്ലാനിങ് വേണമെന്ന് പറയുന്നത്? ബിക്കോസ് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഇറ്റ്സ് എൻ അമേസിങ് അസറ്റ് ഫോർ ദ ബിസിനസ് ടു യൂസ്. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് the number of uncertainties that could occur. So uncertaintiesനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are planning for our future. Forward planning leads to greater customer relation, customer satisfaction and efficient fulfillment of business goals. സോ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഓക്കെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമർ റിലേഷൻസൊക്കെ നമുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഗോൾസ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫോർവേഡ് പ്ലാനിങ് ഈസ് വെരി മച്ച് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ ടേക്കൺ. ഇറ്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ബിസിനസ് സക്സസ്. ഓക്കെ, so this is the importance of forward planning. Forward planning simply means planning for the future. So നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.